വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും ചപ്പാത്തിയേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നെയ്യാട്ടോ. നെയ്ക്ക് പകരം നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിടാം. പിന്നെ ഇളം ചൂട് പാലാണ്. ആ പാൽ ഉപയോഗിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. 1/2 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് വരെ മാവ് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റോളം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ ഓയിൽ എന്തെങ്കിലും തടവി കൊടുത്തതിന് ശേഷം അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. എന്നിട്ട് ഈ മാവ് വലിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു മാവിൽ 5 ഉരുളകൾ വരെ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി മൈദ തൂകിയതിന് ശേഷം പരത്തിയെടുക്കാം കേട്ടോ. കുറച്ച് തിന്നായിട്ട് തന്നെ പരത്താം. മാക്സിമം തിന്നായിട്ട് പരത്തുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. അത് പുരട്ടിയതിനു ശേഷം പിന്നെ വേണ്ടത് മിൽക്ക് പൗഡറാണ്. ആ മിൽക്ക് പൗഡർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മടക്കാം. ഫസ്റ്റ് ഒരു സൈഡിൽ നിന്ന് മടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ്, പിന്നെ മുകളിൽ നിന്നും താഴെ നിന്നും അങ്ങനെ മടക്കി കൊടുക്കാം. ഒരു ബോക്സ് പോലെ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ മടക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യാതെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് തിന്നാവേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയോട് കൂടി തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ലെയറുകൾ ഒരുപാടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി ഉരുളകളും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എണ്ണ തൂവുക. എണ്ണ എന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണ അല്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ആ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കാൻ വെക്കുക. ചൂടാവുമ്പം ഇത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ലെയേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേടോട്ട് ചുട്ടെടുക്കാൻ വേണ്ടി. പിന്നെ ഈ ഒരു കളർ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് അല്പം സൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും വീണ്ടും ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടി. പെട്ടെന്ന് തന്നെ എടുക്കരുത്. അപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. കാരണം കനം കൂടിയ കുറച്ച് ലെയേഴ്സാണ് ഉള്ളത്.
അപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും സാവധാനത്തിൽ വേണം ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് കഴിക്കാൻ കറിയുടെ ആവശ്യമേ വരുന്നില്ല. കറി ഇല്ലാതെയും ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.